ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് സേവന പെൻഷന്റെ അണ്ടറിൽ വരുന്ന ഡിസേബിലിറ്റി പെൻഷന് നമ്മൾ അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. പുതിയ പെൻഷനുള്ള അപേക്ഷയാണ് കാണിക്കുന്നത്. അതിനായിട്ട് സേവന പെൻഷന്റെ വെബ്സൈറ്റിലോട്ട് വന്ന ശേഷം ഇവിടെ ഈ ഫയലിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഇവിടെ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പേര് എന്നുള്ള ഭാഗത്ത് അപേക്ഷകന്റെ പേരും മൊബൈൽ നമ്പറും എന്തെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി ജെനുവൻ ആയിരിക്കണം, യാതൊരു നിർബന്ധമില്ല. @gmail.com @yahoo.com വരുന്ന രീതിയിലുള്ള ഒരു ഇമെയിൽ ഐ ഡിയും ഒരു പാസ്വേഡും അതുപോലെ തന്നെ ആ ഒരു പാസ്വേഡും താഴെയായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്ത് കൊടുത്ത് രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഇവിടെ ആയിട്ട് ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ടാവും. നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ യൂസർ ഐ ഡി എന്നുള്ളത് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആണെന്നുള്ളത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ലോഗിൻ ചെയ്യാനായിട്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ അഥവാ യൂസർ ഐ ഡിയും നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് പ്രവേശിക്കുക അഥവാ ലോഗിൻ എന്നുള്ള ബട്ടൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഡാഷ്ബോർഡിലോട്ട് പ്രവേശിച്ചു. ഇനി നമ്മൾ ഒരു ഡിസേബിലിറ്റി പെൻഷൻ അപേക്ഷ കൊടുക്കാനായിട്ട് ആപ്ലിക്കേഷൻ എന്ന ഭാഗത്തോട്ട് വരിക. ന്യൂ പെൻഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രാദേശിക സർക്കാർ, മുനിസിപ്പാലിറ്റി ആണോ, കോർപ്പറേഷൻ ആണോ, ഗ്രാമപഞ്ചായത്താണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രാദേശിക സർക്കാരിന്റെ പേരിന്റെ ഭാഗത്ത് ഏത് പഞ്ചായത്തിലേക്കാണോ അപേക്ഷ കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പെൻഷൻ തരം എന്നുള്ള ഭാഗത്ത് ഡിസേബിലിറ്റി പെൻഷൻ സ്കീം കൊടുക്കുക. അത് രണ്ട് തരത്തിലുണ്ട്, മാനസികമായിട്ടുള്ള ഡിസേബിലിറ്റി, ഒന്ന് ശാരീരികമായിട്ടുള്ള ഡിസേബിലിറ്റി. അതിൽ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ബട്ടൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തത് ആധാർ ഓതന്റിക്കേഷൻ ആണ്. അതിനായിട്ട് അപേക്ഷകന്റെ ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റേജ് 2 എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ആധാർ കാർഡിലെ പോലെ തന്നെ കൃത്യമായിട്ട് പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. വ്യത്യാസങ്ങളൊന്നും വരാൻ പാടില്ല. ആധാർ കാർഡിൽ എങ്ങനെയാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓതന്റിക്കേഷൻ റെഡി ആണെന്നുള്ള ഓപ്ഷൻ അതേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓതന്റിക്കേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആധാർ ഓതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. പേര് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഓതന്റിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുള്ളൂ. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത പേര് വ്യത്യാസമുണ്ട്. അതുമല്ലാന്നുണ്ടെങ്കിൽ ആധാറിന്റെ സെർവറിന് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് നിങ്ങൾ അടുത്തായിട്ട് കുറച്ചു ഡീറ്റെയിലുകളാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇവിടെ മലയാളത്തിൽ തന്നെയാണ് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പിന്നീട് തിരുത്തുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യ ചോദ്യം സർവീസ് പെൻഷൻ കൈപ്പറ്റുന്ന വ്യക്തിയാണോ, രണ്ടാമത് ആദായ നികുതി അടക്കുന്ന വ്യക്തിയാണോ, മൂന്നാമത് EPF കിട്ടുന്ന വ്യക്തിയാണോ, നാലാമത് വേറെ എന്തെങ്കിലും തരത്തിൽ പെൻഷൻ ലഭിക്കുന്ന വ്യക്തിയാണോ, അതുപോലെ തന്നെ 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വലിപ്പമുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകളാണോ, അടുത്ത ചോദ്യം 1000 cc കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള വാഹനമുള്ള ആളാണോ എന്നുള്ളതൊക്കെയാണ് കൃത്യമായിട്ട് കൊടുക്കുക. വിഭാഗം എന്നുള്ള പൊതുവിഭാഗമാണോ പട്ടികജാതിയാണോ അത് കൊടുക്കുക. എത്ര സെന്റ് സ്ഥലം ഉടമസ്ഥതയിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഏക്കർ ഇല്ല, 5 സെന്റ് സ്ഥലമാണെങ്കിൽ 5 എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏക്കറിന്റെ ഭാഗത്ത് 0 കൊടുക്കുക. അടുത്തായിട്ട് NPS പോലുള്ള ഏതെങ്കിലും പെൻഷൻ ലഭിക്കുന്ന വ്യക്തിയാണോ എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ പോകുക. ഇവിടെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കെയർ ഓഫ് എന്നുള്ള ഭാഗത്ത് സൺ ഓഫ് ആണെങ്കിൽ സൺ ഓഫ്, ഡോട്ടർ ഓഫ് ആണ് ഡോട്ടർ ഓഫ്, വൈഫ് ഓഫ് ആണെങ്കിൽ വൈഫ് ഓഫ്, അല്ല കെയർ ഓഫ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് അവരുടെ പേര് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പെൻഷനറുടെ പേര് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കെയർ ഓഫിന്റെ ആളുടെ പേര് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏജ് എന്നുള്ള ഭാഗത്ത് ഇവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ടാവും. അത് ഒഴിവാക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ജനന തീയതി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ജനന തീയതി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ID കാർഡിലൊക്കെ എന്താണുള്ളത് അത് തന്നെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വാർഡ് നമ്പർ എന്നുള്ള ഭാഗത്ത് വാർഡ് നമ്പറും വാർഡിന്റെ പേര് എന്നുള്ള ഭാഗത്ത് വാർഡിന്റെ പേര് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. വാർഡിന്റെ പേര് നമുക്ക് ഇവിടെ കാണിക്കും, അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. വീട്ടു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. മേൽവിലാസം ഇംഗ്ലീഷിലും മേൽവിലാസം മലയാളത്തിലും നമ്മൾ ഇതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പോസ്റ്റ് ഓഫീസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുത്ത കുറച്ച് ഓപ്ഷനുകൾ അവിടെ വന്നിട്ടുണ്ടാവും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് പൂരിപ്പിച്ച ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് വിതരണത്തിനായി തിരഞ്ഞെടുക്കുന്ന രീതിയാണ്. അത് ബാങ്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇനിയല്ല ഡയറക്റ്റ് ഹോം ആണെങ്കിൽ ഡയറക്റ്റ് ഹോം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ പ്രത്യേകിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ റേഷൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആവശ്യമെങ്കിൽ റേഷൻ കാർഡ് നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് അപേക്ഷകൻ എത്ര കാലമായിട്ട് കേരളത്തിൽ താമസിക്കുന്നു എന്നുള്ളതാണ്. അത് എത്രയാണോ കൃത്യമായിട്ട് അവിടെ കൊടുക്കുക. അടുത്തതായിട്ട് അവശതയുടെ വിവരങ്ങളാണ്. എന്ത് തരത്തിലുള്ള ഡിസേബിലിറ്റി ആണ് ഉള്ളത് എന്നുള്ളതാണ്. അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എത്ര ശതമാനമാണ് അതിന്റെ ശതമാനം എന്നുള്ളത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആഡ് ന്യൂ റോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സംഭവം അവിടെ സേവ് ആയിട്ടുണ്ടാവും. ഇനി കൂടുതലുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ഓപ്ഷനുകൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് അപേക്ഷകന് കുഷ്ഠം അതുപോലെ ക്ഷയം അങ്ങനെയുള്ള എന്തെങ്കിലും ആയിട്ടുള്ള ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടോ, അഗതിയാണോ, വിവാഹിതനാണോ അല്ലെങ്കിൽ വിവാഹിതയാണോ എന്നുള്ളതൊക്കെയാണ്. ആണെങ്കിൽ മാത്രം ടിക്കറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. BPL ലിസ്റ്റഡ്
പെടുന്ന ആളാണോ എന്നുള്ള ചോദ്യമുണ്ട്. അത് ആണെങ്കിൽ കൊടുക്കുക, അല്ല എങ്കിൽ എല്ലാ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. മെഡിക്കൽ ഓഫീസറുടെ പേര്, അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസറുടെ ഉദ്യോഗ പേര്, ആശുപത്രിയുടെ പേര് കൃത്യമായിട്ട്, മേൽവിലാസം, പിൻകോഡ്, പോസ്റ്റ് ഓഫീസ് കൃത്യമായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുമാന സർട്ടിഫിക്കറ്റിൽ എത്രയാണ് വരുമാനമുള്ളത് അതിവിടെ കൊടുക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടോ എന്നുള്ള കോളത്തിൽ ടിക്ക് കൊടുത്ത് വരുമാന സർട്ടിഫിക്കറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റ് അവിടെ ടൈപ്പ് ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടൊരു സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് 30 KB ആയിരിക്കണം ഫയൽ സൈസ് വരുന്നത്. വീതി 150, അതുപോലെ തന്നെ നീളം 200 നമുക്ക് വരേണ്ടത്. ആ ഒരു രീതിയിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഫയലുകൾ, സ്ഥിരതാമസം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിട്ട് റേഷൻ കാർഡ് ഉപയോഗിക്കാം, ഭിന്നശേഷി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ഇലക്ഷൻ കാർഡ് നിർബന്ധമില്ല, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് ഡയറക്റ്റ് ടു ഹോം ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ആവശ്യമില്ല, EPF പാസ്ബുക്ക് എന്നുള്ളത് അതും നമുക്ക് ആവശ്യമില്ല, പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇതിലേക്ക് ആവശ്യമുള്ള എല്ലാ ഫയലുകളും നമ്മൾ PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ ഉൾപ്പെടെയുള്ള ഫയലുകൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മളിവിടെ വെരിഫിക്കേഷൻ റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ റിപ്പോർട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് കസ്റ്റമർക്ക് കൊടുക്കാനുള്ള പ്രിന്റ് ഔട്ട് ആണ്. നമ്മൾ അപേക്ഷ കൊടുത്തതിന് അല്ലെങ്കിൽ അപേക്ഷ സേവ് ചെയ്തതിനുള്ള പ്രിന്റ് ഔട്ട് ആയിരിക്കും അത്. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ടു ലോക്കൽ ബോഡി എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു അപേക്ഷ ലോക്കൽ ബോഡിയിലേക്ക് സമർപ്പിക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു ഡിസേബിലിറ്റി പെൻഷനുള്ള അപേക്ഷ നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന വെരിഫിക്കേഷൻ റിപ്പോർട്ട് പ്ലസ് അനുബന്ധ രേഖകളുടെ പകർപ്പുകൾ എല്ലാം തന്നെ അതായത് ലോക്കൽ ബോഡികളിൽ കൃത്യമായിട്ട് എത്തിക്കേണ്ടതാണ്, അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതാണ്.